എക്കാലത്തും അടവിലെ കുട്ടവഞ്ചി സവാരിക്ക് ഏറെ തിരക്കാണ്. കുട്ടവഞ്ചി തുഴഞ്ഞു പോകാനും കാടിന്റെയും കാട്ടാറിന്റെയും സംഗീതം ആസ്വദിച്ച് കാട്ടിലെ മുളംകുടിലുകളിൽ കിടന്നുറങ്ങി പക്ഷികളുടെ ചിലമ്പലുകൾ കേട്ട് ഉണരാനും ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള ഇവിടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി വിനോദസഞ്ചാരത്തിനായി കുട്ടവഞ്ചി യാത്രയ്ക്ക് വനം വന്യജീവി വകുപ്പ് അവസരം ഒരുക്കിയത്. ഇവിടുത്തെ പ്രധാന ആകർഷണം കുട്ടവഞ്ചിയിലൂടെയുള്ള സവാരി തന്നെയാണ്. ഞാൻ രാജീവ്, കോട്ടയത്തു നിന്ന് വരികയാണ്. ഞാൻ കുട്ടവഞ്ചി ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇവിടെ ലോങ് റൈഡും ഉണ്ട്, ഷോർട്ട് റൈഡും ഉണ്ട്. ഞാൻ ഷോർട്ട് റൈഡിലാണ് കയറിയത്. കുറേ അതിലങ്ങ് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ നടുക്കൊക്കെ എത്താറാവുന്ന സമയത്ത് ഒരു വട്ടത്തിലൊരു കറക്കുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അപ്പം ആ സമയത്ത് നമുക്കൊരു എന്നാ പറയുന്ന ഒരു ഭയങ്കരമായ ഒരു ഫീലിങ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ മൊത്തത്തിലെല്ലാം നല്ല ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാം ആണെങ്കിൽ നടത്തിപ്പും എല്ലാം നല്ല ഒരു ഇതാണ്. കല്ലാർ നദിയുടെ തീരത്ത് മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം പോലെ സ്ഥാപിച്ചിരിക്കുന്ന ബാംബു ഹട്ടുകളിലെ താമസവും അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരിക്കും. മൺസൂൺ കാലമാണ് അടവി ആസ്വദിക്കാൻ പറ്റിയ സമയം. ആ സമയങ്ങളിൽ കല്ലാർ നദിയിൽ തെളിഞ്ഞ വെള്ളവും ചുറ്റും പച്ചപ്പും ഒക്കെയായി നല്ലൊരു വിരുന്നാകും പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുക. 4 പേർക്ക് ഒരു കുട്ടവഞ്ചിയിൽ കയറാം. അരമണിക്കൂറാണ് റൈഡ്. എന്നാൽ ദീർഘദൂര സവാരി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. തിരക്കുള്ള ശനി ഞായർ ദിവസങ്ങളിൽ 75 മുതൽ 150 വരെ റൈഡുകൾ ഇവിടെ നടക്കുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ 40 മുതൽ 50 വരെ റൈഡുകളും നടക്കുന്നു. ദീർഘദൂര സവാരിക്ക് 900 രൂപയും ഹ്രസ്വദൂര സവാരിക്ക് 500 രൂപയുമാണ് നിരക്ക്. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് നമ്മുടെ ഇവിടുത്തെ റൈഡ് സമയം. 8:30 മുതൽ 5:30 വരെ നമുക്ക് ഇവിടെ ഉണ്ട്. ടിക്കറ്റ് കിട്ടും. ഒരു വഞ്ചിയെ നമുക്ക് 4 പേർക്ക് ഒരു കുഞ്ഞിനും യാത്ര ചെയ്യാൻ പറ്റും. അരമണിക്കൂറാണ് ഷോർട്ട് റൈഡിൻ്റെ സമയം. 500 രൂപയാണ് റേറ്റ്. ഹൊഗനക്കല്ലിൽ നിന്നും എത്തിച്ച പുതിയ 25 കുട്ടവഞ്ചികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. വനവികസന സമിതിയിലെ 25 തുഴച്ചിൽക്കാരാണ് ഇവിടെയുള്ളത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് അടവി ഇക്കോ ടൂറിസം സെന്ററിന്റെ പ്രവർത്തന സമയം. മറ്റ് ഇക്കോ ടൂറിസം സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി തിങ്കളാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, പേരുവാലിയിലെ മുളംകുടിലുകളിൽ താമസിക്കുന്നതിന് 4 പേർക്ക് ഒരു ദിവസത്തേക്ക് 4000 രൂപയാണ് ഈടാക്കുന്നത്. വനവികസന സമിതിയിലെ വനിതകൾ നടത്തുന്ന ആരണ്യകം ഇക്കോ കഫേയിലെ നാടൻ ഭക്ഷണവും സഞ്ചാരികൾക്ക് ലഭ്യമാണ്. നമുക്ക് 25 കൊട്ടവഞ്ചികൾ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. 25 കൊട്ടവഞ്ചികളും പുതിയതാണ്. ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ പുതിയ കൊട്ടവഞ്ചിയിലാണ് യാത്ര. 25 തുഴച്ചിക്കാരും. തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങൾ നമുക്ക് തിരക്ക് കുറവായിരിക്കും. ശനി ഞായറും കുറച്ച് തിരക്കുണ്ട്.